യഹോവയായ ദൈവം ഈ ആമോസിനെ പിടിച്ചു എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്തോത്ര ഹല്ലേലൂയ. ദൈവമാണത് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേൽ ജനത്തിന് ഭയങ്കര ഒരു നാശം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയൊരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു. അത് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവർ വേറൊരു ലോകത്തിലാണ്, അവർ വേറൊരു ആലസ്യത്തിലാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഉത്തരവാദിത്വമുള്ള ദൈവം ഒരാളെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പിക്കുകയാണ്. സ്തോത്രം പറഞ്ഞാട്ട് എല്ലാവരും കൂടെ സ്തോത്രം. അങ്ങനെ വായിച്ചപ്പോൾ ഞാനതിൽ നിന്ന് മനസ്സിലാക്കി, ദൈവത്തിന് സ്നേഹമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ പോലും അറിയാതെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ഒത്തിരി പേരൊന്നും കാണിയല്ല, ദൈവം എഴുന്നേൽപ്പിച്ച ഒരാൾ മതി നിൻ്റെ പുറകിൽ. അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ചില കാര്യങ്ങളെ തടയും. ഹല്ലേലൂയ. മൊത്തത്തിൽ ആമോസിൻ്റെ പ്രവചനത്തിൻ്റെ ഉള്ളടക്കം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്നതാണ്. നീ അറിയാതെ, നമ്മളറിയാതെ, നിൻ്റെ വീട്ടുകാരറിയാതെ, നീ ചോദിക്കാതെ, നീ വിളിക്കാതെ, നീ വണ്ടിക്കൂലി കൊടുക്കാതെ, നീ ഉച്ചഭക്ഷണം കൊടുക്കാതെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിനക്ക് വേണ്ടി ഇടിവിലിരിക്കാൻ, നീ ചിലപ്പോൾ ഉറങ്ങുമ്പോഴും, നീ ചിലപ്പോൾ നിൻ്റെ കാര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും നിനക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സ്വർഗം ചിലരെ നിയമിക്കുമെന്നാണ് ഈ പ്രവചന ഗ്രന്ഥം നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവിന് വേണ്ടി ദൈവം പറയുന്നത് അനുസരിച്ച് നേരോടെ നിന്നാൽ നിങ്ങൾ വിചാരിക്കുന്നവരൊന്നും ആയിരിക്കുകയല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ദൈവമായ കർത്താവ് ചിലരെ അതിനു വേണ്ടി എഴുന്നേൽപ്പിക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ ദൈവം ഈ ആമോസിനെ എഴുന്നേൽപ്പിച്ചു. ആമോസിനെ ദൈവമായ കർത്താവ് നിയമിച്ചിട്ട് അങ്ങനെ ആമോസ് നിയമനമൊക്കെ ഏറ്റെടുത്തിരിക്കുമ്പോൾ 7-ാം അധ്യായത്തിലെത്തുമ്പോൾ ആമോസ് കാണുകയല്ല, അവിടെ എഴുതിയിരിക്കുന്ന എന്താ? യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്താ? കാണുകയല്ല, പിന്നെ കാണിച്ചു തന്നു. നമ്മൾ കാണുന്നതുമുണ്ട്, ദൈവം കാണിച്ചു തരുന്നതുമുണ്ട്. എന്തിനാ കാണിച്ചു തരിക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കാണാതെ പോയത്, നമുക്ക് കാണാൻ പറ്റാത്തത്, അതാണ് മറ്റൊരാൾ കാണിച്ചു തരേണ്ടി വരുന്നത്. ഇന്ന് പകൽ ഞാൻ ദൂത് പറഞ്ഞു തുടങ്ങാം. സ്തോത്രം. പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകാം, നമുക്ക് കാണാൻ പറ്റാതെ പോകാം. പക്ഷെ നമുക്കൊരു ദൈവം ഉണ്ടെങ്കിൽ, നമ്മെ വിളിച്ച ദൈവമുണ്ടെങ്കിൽ, സംഭവിപ്പാനിരിക്കുന്ന പല കാര്യങ്ങളും അവൻ കാണിച്ചു തരുന്ന ദൈവമാണ്. സ്തോത്ര ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിന്, നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ തലമുറയ്ക്ക്, നിൻ്റെ ഭാവിക്ക്, നിൻ്റെ നന്മയ്ക്ക് വിരോധമായി എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ വിഷയം കയറി വരുന്നുണ്ടെങ്കിൽ കേട്ടോളണേ. സ്തോത്രം. ഇവിടെ വലിയ കൊമ്പനാന ചിഹ്നം വിളിച്ച് കയറി വരുന്നതല്ല, ഒരു വിട്ടിൽ വരുന്നതാണ് കാണിക്കുന്നത്, അല്ലേ? സ്തോത്രം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഒരു ചെറിയ ജീവിയാണ് വിട്ടിൽ. സ്തോത്രം ഹല്ലേലൂയ. ചെറിയ പുല്ലേന്ന് പുല്ലിട്ട് ചാടിയിരിക്കുന്ന സ്തോത്രം ചെറിയ ജീവിയാണ്. പക്ഷേ അത് കയറി വന്നാൽ നാശം ഉണ്ടാക്കാം. ആരും ശ്രദ്ധിക്കാത്തത്. ദൈവാത്മാവ് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു മൂർഖൻ പാമ്പ് കയറി വന്നാൽ ശ്രദ്ധിക്കും, ഒരാന കയറി വന്നാൽ ശ്രദ്ധിക്കും, ഒരു കാട്ടുമൃഗം കയറി വന്നാൽ ശ്രദ്ധിക്കും, എന്നാൽ ഒരു പുൽച്ചാടി കയറി വന്നാൽ ശ്രദ്ധിക്കുകയില്ല. അതുപോലെ ശ്രദ്ധിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് ആരാധനയ്ക്ക് വരുന്നവരോട് പറയാൻ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു. എന്തിനാ പറഞ്ഞതെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞാനിന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയാം, നിന്റെ ജീവിതത്തിന് നേരെ ഒരു ചെറിയ വീട്ടിൽ കയറി വന്നാൽ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ കാണും. യെസ്, ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് പറയാം. നിന്റെ കാൽ ചുവട്ടിലൂടെ നടക്കുന്നത് നീ കാണത്തില്ല, നിന്റെ കൂടെ പാർക്കുന്നവർ കാണത്തില്ല, നിന്റെ പാസ്റ്റർ കാണത്തില്ല, നീ കാശ് കൊടുത്ത പ്രവാചകൻ കാണത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് എത്ര പേര് നന്ദിയോടെ പറയൂ. നിന്റെ ജീവിത വിജയം എന്താന്ന് ഞാൻ പറയാം, നിന്നെ ജീവിച്ചിരിക്കാനുള്ള കാരണം എന്താന്ന് ഞാൻ പറയാം, നിന്നെ അനുഗ്രഹിക്കാനുള്ള, നീ നിലനിൽക്കാനുള്ള കാരണം എന്താന്ന് പറയാം. ഒരു ചെറിയ ചലനം നിന്റെ പറമ്പിനകത്തുണ്ടായാൽ അത് കാണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ എല്ലാവരോടും ആണോന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ചിലർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടായിരിക്കാം. നിന്റെ കുടുംബത്തിന് നേരെ ഒരു വീട്ടിൽ കയറി വന്നാൽ, സ്തോത്രം, അങ്ങകലെ ആകാശമണ്ഡലങ്ങൾക്കപ്പുറം സ്വർഗത്തിലിരിക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ അവൻ കാണുന്നുണ്ട്. സ്തോത്രം ചെയ്ത് ജയമെടുത്തു. ആരും കണ്ടില്ല പല കാര്യങ്ങളും. സ്തോത്രം. ചികിത്സിച്ച ഡോക്ടർ കണ്ടില്ല, കൂടെ വളർന്നവർ കണ്ടില്ല, കൂടെ നിന്നവർ കണ്ടില്ല, എല്ലാറ്റിനും കുറ്റം പറഞ്ഞവർ കണ്ടില്ല, ഏത് കാര്യവും നോക്കി അതിനൊക്കെ വിമർശിക്കുന്നവർ കണ്ടില്ല. അവരാരും കാണാത്തത് സ്വർഗത്തിലെ ദൈവം കണ്ടു.
ദൈവം കണ്ടു. നിന്റെ വിഷയം ആദ്യം കണ്ടത് പാസ്റ്ററല്ല, നീയല്ല, സ്വർഗത്തിലെ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആത്മീകമായി ജീവിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചു കേട്ടോ. സ്തോത്രം. നമ്മുടെ വിഷയം ആര് കാണുന്നതിനേക്കാൾ മുമ്പ് ചെറിയ ചലനമുണ്ടാകുമ്പോൾ നിന്റെ പുല്ലേലേക്ക് ചാടിയിരിക്കാൻ, നിന്റെ കുഞ്ഞിലേക്ക് ചാടിയിരിക്കാൻ, നിന്റെ വീട്ടിലെ വിഷയത്തിലേക്ക് ചാടിയിരിക്കാൻ, നിന്റെ അനുഗ്രഹത്തിലേക്ക് ചാടിയിരിക്കാൻ, സ്തോത്രം, ഹല്ലേലൂയ, ചെറിയൊരു ചാട്ടം, കുതിരയെ പോലെ ചാടണ്ട, ചെറിയൊരു ചാട്ടം നടത്തിയാൽ, ഒരു പുൽക്കൊടി അനങ്ങിയാൽ സ്വർഗത്തിൽ ദൈവം അറിയും. ഒന്നോടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തേ. ആമോസിന്റെ കഴിവ് കൊണ്ടും ആമോസിന്റെ കണ്ണുകൊണ്ടും കണ്ടുപിടിച്ചതല്ല, ദൈവം കാണിച്ചു കൊടുത്തതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, നീ അറിയാത്ത പല കാര്യങ്ങളും, അപ്പോൾ തന്നെ നീ അറിയേണ്ട പല കാര്യങ്ങളും നിന്റെ ചുറ്റുവട്ടത്തും നിന്റെ കാൽച്ചുവട്ടിലും നിന്റെ കുടുംബത്തിനകത്തും നടക്കുന്നത് സ്വർഗത്തിൽ ദൈവം കണ്ടു. എന്നിട്ട് ദൈവം എല്ലാവരോടൊന്നും പറയല. രണ്ടാമത്തെ പ്രത്യേകത പറയാം. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിന് വാട്സാപ്പ് നമ്പർ ഇല്ല. അതറിയാലോ. ദൈവത്തിന് ഫേസ്ബുക്ക് ഇല്ല. ഉണ്ടോ? സ്തോത്രം. ഈ ദൈവത്തിന് ഫേസ്ബുക്ക് ഉള്ള ദൈവങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. പക്ഷെ നമ്മുടെ ദൈവത്തിന് എന്തില്ല? ഫേസ്ബുക്കില്ല, വാട്സാപ്പില്ല, ട്വിറ്ററില്ല, ഇതൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. കാരണം അതിനകത്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. ദൈവം നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടാൽ ഗ്രൂപ്പിലേക്ക് ഇടിയേല. പിന്നെ എന്തു ചെയ്യും? അത് അറിയിക്കേണ്ടവനെ മാത്രം അറിയിക്കും. ഇന്ന് പകലക്കാലം ഓർത്തോ, ആരും അറിഞ്ഞില്ല, അറിയേണ്ടവൻ മാത്രം അറിഞ്ഞു. ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, മറ്റാരെയും അറിയിച്ചില്ല. സ്വർഗം മറ്റാരെയും അറിയിച്ചില്ല. ദൈവം നിയോഗിച്ച് നിർത്തിയിരുന്ന ആമോസിനെ മാത്രം കാണിച്ചു കൊടുത്തു. വേറെ ആരും കണ്ടില്ല. ഞാൻ നിങ്ങളോട് ഇച്ചിരി അതിര് കടന്ന് പറയട്ടെ. ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ആരും കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ നിനക്ക് നിൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. പലരും അറിഞ്ഞിട്ടില്ല, പലരും കണ്ടിട്ടില്ല. നിങ്ങൾ പേടിക്കണ്ട. സ്തോത്രം. എല്ലാവരെയും എല്ലാം കാണിച്ചു കൊടുക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. മറ്റു പലരും ഫോട്ടോ എടുത്തും ക്ലിപ്പുകൾ ഇട്ടുമെല്ലാം പലതും കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത അറിയേണ്ടവരെ മാത്രം അറിയിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏലിയാവ് കെരീത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, കെരീത്തിന് വെള്ളം വറ്റി, ഇനി ഇവിടെ തങ്ങിയിട്ട് കഥയില്ല. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? കെരീത്തിലെ വെള്ളം വറ്റിയപ്പോൾ ഏലിയാവിനോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട എന്നല്ല പറഞ്ഞത്. പിന്നെ എന്ത് പറഞ്ഞു? നിന്നെ പുലർത്തേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഏലിയാവിൻ്റെ കാര്യം സ്വർഗത്തിലെ ദൈവം ഒരു കൂട്ടം ആളുകളോട് പറഞ്ഞില്ല, ഒരു സഭയോട് പറഞ്ഞില്ല, ഒരു സംഘടനയോട് പറഞ്ഞില്ല. സ്തോത്രം. ഒരു വിധവയോട് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, പറഞ്ഞത് ദൈവമാണെങ്കിൽ വിധവയാണോ സായിപ്പാണോ എന്നൊന്നും നോക്കണ്ട. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യത്തിന് നടത്തിപ്പുണ്ടാകും. സ്വർഗത്തിലെ ദൈവം എല്ലാവരോടും പറയത്തില്ല, ഒരുവനോട് പറയും. ഇന്ന് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ വിഷയം സ്വർഗത്തിലെ ദൈവം ഒരുവനോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. നീ പട്ടിണി കിടക്കാതിരിക്കാൻ, നിന്റെ കുഞ്ഞിന്റെ കാര്യം നടത്താൻ, നിന്റെ കുടുംബത്തിന്റെ കാര്യം നടത്താൻ, നിന്റെ ഭാവി കാര്യങ്ങൾ നടത്താൻ, നിന്റെ ജീവിത കാര്യങ്ങൾ നടത്താൻ, നിന്നെ വീഴാതെ താങ്ങാൻ, നീ മരിച്ചു പോകാതിരിപ്പാൻ, നീ തളർന്നു പോകാതിരിപ്പാൻ, നീ കരയാതിരിപ്പാൻ, നീ നാണം കെട്ടു പോകാതിരിപ്പാൻ സ്വർഗ ദൈവം ഒരുവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രവചനം അതുപോലെ ഇന്നത്തെ സഭായോഗത്തിൽ നിങ്ങൾക്ക് തരുമ്പോൾ എത്ര പേര് വിശ്വാസത്തോടെ പറയും? ഒരുപാട് പേരോട് ദൈവത്തിന് പറയേണ്ട ആവശ്യമില്ല, ഒരുവനോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുവനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പറ, എൻ്റെ കർത്താവ് ഒരുപാട് പേരോട് പറയുകയല്ല, ഒരുവനോട് പറയും. ഇന്നിവിടെ വന്നിരിക്കുന്നവർ, യോഗം കഴിയുമ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്നവർ, എന്നോട് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാം. ആരോടും പറയണ്ട. നിങ്ങൾ നേരെ ജീവിച്ചാൽ മതി. നിങ്ങൾ കർത്താവിൻ്റെ കൂടെ നിന്നാൽ മതി. നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ മതി. നിങ്ങൾ ഇരുതോടെ കാല് വെക്കാതിരുന്നാൽ മതി. നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചാൽ മതി.
നിങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വിടാതിരുന്നാൽ മതി. സ്വർഗം എന്നോട് പറയുന്നു, അവരോട് പറ, അവരെ കുറിച്ച് ഞാൻ പറഞ്ഞോളാം. നീ ആരോടും ചോദിക്കണ്ട, നീ ആരോടും പറയണ്ട. നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ പറഞ്ഞോളാം, നിന്റെ ഞെരുക്കത്തെ കുറിച്ച് ഞാൻ പറഞ്ഞോളാം. അതിന്റെ പരിഹാരം വരുത്താൻ ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏപ്രിൽ മാസവും തീരുകയാ. വീണ്ടും മാസങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വരാൻ പോകുകയാണ്. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയാം, സ്വർഗത്തിലെ ദൈവം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ കാര്യം ദൈവം ചിലരോട് പറഞ്ഞാൽ നിന്റെ അടുത്ത മാസം ദാരിദ്ര്യമായിരിക്കില്ല, അടുത്ത മാസം പട്ടിണി ആയിരിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം നിന്നെ മൃഷ്ടാന്ത ഭോജനത്താൽ, നിന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കാൻ സ്വർഗത്തിലെ ദൈവം ചിലരോട്, എന്റെ ദൈവം കൽപ്പിച്ചാൽ അതിനകത്തൊരു നിറവുണ്ട്. സ്വർഗം നിന്നെ മാനിക്കും. ചിലരോട് കൽപ്പിക്കാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടെ, സ്തോത്രം. ഒന്നാമത്തത്, ആരും കാണാത്തത്, ആരും ശ്രദ്ധിക്കാത്തത്, കൂടെ നിൽക്കുന്നവർ കാണാത്തത്, പണം മേടിച്ചവർ കാണാത്തത്, സ്വർഗത്തിലെ ദൈവം കാണും. രണ്ട്, ദൈവം കണ്ട എല്ലാ കാര്യത്തിനും ഒരു നടപടി ഉണ്ടാകും. ദൈവം അതെല്ലാവരോടും പറയില്ല, പറയേണ്ടവരോട് പറയും. സ്തോത്രം, ഹല്ലേലൂയ. ആമോസിനോ ഈ കാര്യം കാണിച്ചു കൊടുത്തു, പറയുകയല്ല, കാണിച്ചു കൊടുത്തു. ദൈവമായ യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ, എന്താ കണ്ടത്? പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് ഒരു ഓർഡറിലല്ല. ഒരു അധ്യായം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം എഴുതുമ്പോൾ പാരഗ്രാഫായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഓർഡറുണ്ട്. ഇച്ചിരി മലയാളത്തിലേക്ക് വന്നപ്പോൾ എന്തെന്നറിയില്ല, ഇച്ചിരി സ്തോത്രം താളപ്പുഴ വന്നിട്ടുണ്ട്. താളപ്പുഴ എന്ന് ഞാൻ പറയുന്നില്ല, അത് ശരിക്കും ഇങ്ങനെ നമുക്ക് ആ വായിക്കുമ്പോൾ ഇമേജ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യം. സ്തോത്രം. ദൈവം അത് കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കുന്ന എന്താ? രാജാവിൻ്റെ ഭയങ്കര ഒരു പുൽത്തകിടി, രാജാവിൻ്റെ ഒരു ഭയങ്കര പുൽത്തകിടി. വ്യാഖ്യാനിക്കണം. അത് പ്രവചന ഗ്രന്ഥത്തിലാണ് കാര്യം കിടക്കുന്നത്, ചരിത്ര ഗ്രന്ഥത്തിലല്ല. പ്രവചനങ്ങളുടെ പ്രത്യേകത, വെളിപ്പാടുകളുടെ പ്രത്യേകത, അതിന് വ്യാഖ്യാനം ആവശ്യമാണ്. സ്തോത്ര, ഹല്ലേലൂയ. രാജാവിൻ്റെ പുൽത്തകിടി കാണിച്ചു കൊടുക്കുക. വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് പുൽമേട്, പുൽത്തകിടി, പുല്ല് ആടുകൾക്കുള്ളതാണ്. സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് സ്തോത്രം, മേച്ചിൽപ്പുറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടികിട്ടുമായിരിക്കും. സ്തോത്രം. മേച്ചിൽപ്പുറം ആർക്കുള്ളതാ? വേദപുസ്തക വ്യാഖ്യാനം അനുസരിച്ച് ആർക്കുള്ളതാ? ആടുകൾക്കുള്ളതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, വലിയ സ്തോത്രം പുല്ല്. ഇപ്പോൾ ഇവിടെ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ പുല്ല് വെച്ചിട്ടുണ്ട്. ആട് വന്നാൽ ആട് പെട്ടുപോകും. കാരണം എന്താ? ആ പുല്ല് തിന്നാൽ ആട് ചത്തുപോകും. കാരണം അത് വെറും പ്ലാസ്റ്റിക്കാണ്. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്ന പല പുല്ലും പ്ലാസ്റ്റിക്കാണ് കേട്ടോ. സ്തോത്രം. പല പുല്ലും പ്ലാസ്റ്റിക്കാണ്. അത് തിന്ന് ദഹിക്കത്തുമില്ല, പിന്നെ തിന്നണ്ടിട്ട് വരത്തുമില്ല. ആ നിലവാരത്തിൽ ആയിപ്പോയേക്കാം. പക്ഷേ സ്തോത്രം, വേദപുസ്തകത്തിൻ്റെ അർത്ഥമനുസരിച്ച് പുൽത്തകിടി എന്ന് പറയുന്നത് ആടുകൾക്കുള്ളതാണ്. ആരുടെ പുൽത്തകിടിയാണ്? ആട്ടിടയൻ്റെ അല്ല, രാജാവിൻ്റെ പുൽത്തകിടി. ഇത് വ്യാഖ്യാനിക്കണം. വേദപുസ്തകം പഠിപ്പിക്കുന്ന രാജാവ്, സ്തോത്ര, ഹല്ലേലൂയ, അതാരാന്നറിയാമോ? വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന, ഇവിടെ അക്ഷരീകമായിരിക്കാം, പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്ന രാജാവ്, സ്തോത്ര, ഹല്ലേലൂയ, സ്തോത്രം. ഈ മീഖാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നോക്കി, 4:9 വാക്യം. 4:9 മീഖ തൊട്ട് രണ്ട് പേജ് അങ്ങ് മറച്ചാൽ മതി. ഇപ്പോൾ ഇത്ര ഉറക്കെ നിലവിളിക്കുന്നത് നീ ഇപ്പൊ ഇത്ര ഉറക്കം നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചു പോയോ? കേട്ടോ, ഇതൊരു പ്രവചനമാണ്. ഇതും വ്യാഖ്യാനിക്കണം. ഇവിടെ ചോദിച്ചത് എന്താ? നീ ഇത്ര ഉറക്കം നിലവിളിക്കുന്നത് എന്ത്? നിനക്ക് നിന്റെ അകത്ത് രാജാവില്ലയോ? അപ്പോൾ ഇത് വ്യക്തിപരമാണ്. സ്തോത്രം. വ്യക്തിപരമാണ്. ചോദിക്കുന്നു, നിന്റെ അകത്ത് രാജാവില്ലയോ? ആ വാക്ക് നിങ്ങളുടെ സ്വന്തം വാക്കെന്ന് ചോദിച്ചേ. നിന്റെ അകത്ത് ആരാ ഉള്ളേ? സ്തോത്രം. എൻ്റെ അകത്ത് ഇന്നാൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞതല്ല ഇപ്പോൾ ചോദിച്ചത്. അതിവിടെ പറയണ്ട. സ്തോത്രം. മനസ്സിലായോ?
ആത്മീയ അർത്ഥത്തിൽ നിന്റെ അകത്തിരിക്കുന്നത് ആരാന്നറിയാമോ? നിന്റെ അകത്തിരിക്കുന്നത് ഒരു കളിമണ്ണിൻ്റെ പ്രതിമയല്ല. നിന്റെ അകത്തിരിക്കുന്നത് ഒരു രൂപമല്ല. നിന്റെ അകത്തിരിക്കുന്നവൻ രാജാവാണ്. ആരാണ് ഈ രാജാവ്? യേശുക്രിസ്തുവാണ് രാജാക്കന്മാരുടെ രാജാവ്. രക്ഷിതാവിനെ കൈക്കൊള്ളുമ്പോൾ നിന്റെ അകത്തേക്കൊരു രാജാവ് വരികയാണ്. നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് മാറുന്ന എങ്ങനെയെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടവൻ്റെ സ്റ്റാൻഡേർഡ് മാറും. അതറിയാമോ? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ? അവൻ്റെ സ്ഥിതിയും കൾച്ചറെല്ലാം മാറും. സ്തോത്രം. കാരണം എന്താ? അകത്ത് വസിക്കുന്നവൻ്റെ അനുസരിച്ചിട്ടാണ് വാസസ്ഥലത്തിന് മാറ്റം വരുന്നത്. സ്തോത്രം. വാസസ്ഥലത്തിന് മാറ്റം വരുന്നത്. നമ്മുടെ ഒരു കൊച്ചു വീട് പത്തനംതിട്ടയിലോ സ്തോത്രം അല്ലെങ്കിൽ കോട്ടയത്തുണ്ടെന്നിരിക്കട്ടെ, ആ വീട് വെല്ലുപ്പച്ചനും വെല്ലുമ്പിച്ചും താമസിച്ചുകൊണ്ടിരുന്നതാണ്. തരക്കേടില്ലാത്ത വീടാണ്. 3-4 മുറിയുണ്ട്. സ്തോത്രം. ഇച്ചിരി പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. പക്ഷെ ആ വീട് കളക്ടർക്ക് താമസിക്കാൻ വേണ്ടി എടുക്കുക. അങ്ങനെയാണ് മിക്കവാറൊക്കെ ഇവിടെ പത്തനംതിട്ടയുണ്ടെന്ന് തോന്നുന്നു. സ്തോത്രം. പഴയ വീടാണ്, കളക്ടർക്ക് താമസിക്കാൻ വേണ്ടി എടുക്കുക. നമ്മുടെ തറയൊക്കെ പൊട്ടിയത്. പക്ഷെ കളക്ടർ താമസിക്കാൻ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും അത് മൊത്തം മെയിൻ പുറമേ നോക്കിയാൽ അങ്ങനെയൊക്കെ ആയിരിക്കും സാധനം. പക്ഷേ അതിനെ പൊട്ടും പൊളിഞ്ഞതെല്ലാം മാറ്റി അതിൻ്റെ പണ്ട് അപ്പച്ചനും അമ്മച്ചി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചിയുടെ കല്യാണ സാരി വെട്ടിയാണ് കർട്ടൻ ഇട്ടിരുന്നത്. ശരിയല്ലേ? അമ്മച്ചി തീരുമാനിച്ചു ഇനിയിപ്പോൾ ഇത് കൊടുക്കൽ നടക്കുകയല്ല, അത് ആരാണ്ടെ കൊണ്ട് വെട്ടി അത് കർട്ടൻ തേച്ചിടിയിച്ചു. ഈ 100 രൂപയുടെ കർട്ടനൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് എല്ലാവരും ഇട്ടതാ. ചിരിക്കണ്ട അല്ലേ? സ്തോത്രം. എല്ലാവരും ഇട്ടതാ. സാരി വെട്ടി കർട്ടൻ ഇട്ടവരെ ഇരിക്കുന്ന ഒരു മിക്കവാറും പേരുന്ന് എനിക്ക് മുഖത്ത് നോക്കുമ്പോൾ അറിയാം. സ്തോത്രം. അപ്പോൾ അപ്പച്ചനും അമ്മച്ചി താമസം വരുന്നപ്പോൾ അതിൻ്റെ കർട്ടനൊക്കെ സാരി വെട്ടിയതായിരുന്നു. പക്ഷെ കളക്ടർ താമസിക്കുമ്പോഴോ സാരി വെട്ടി കർട്ടനിട്ട മോശമാണ്. വീട് പഴയതാണ്, പക്ഷെ കർട്ടൻ മാറും, കാർപ്പറ്റ് മാറും. ആ വീടിൻ്റെ അടുക്കളക്കകത്ത് അപ്പച്ചനും അമ്മച്ചി ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്തോത്രം പഴയ വക്ക് പൊട്ടിയ ചരിവവും ചട്ടിയൊക്കെ ആയിരുന്നു. അതെല്ലാം മാറി നോൺ സ്റ്റിക്കോ പിന്നെ എന്താ സ്തോത്രം മറ്റു പലതായി. കാരണം അവിടെ താമസിക്കുന്ന ആൾ മാറി. സ്തോത്രം. അവിടുത്തെ കിടക്ക മാറി, ബെഡ്ഷീറ്റ് മാറി, കിടക്ക വിരികൾ മാറി. സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ വാഷ് ബേസിൻ മാറി, ഡൈനിങ് ടേബിൾ മാറി, സ്വീകരണ മുറിയിൽ ഇരിപ്പിടങ്ങൾ മാറി. എന്താ കാരണം? താമസിക്കുന്ന ആൾ മാറി. ഹല്ലേലൂയ. വീട് പഴയതാണ്, പക്ഷെ താമസിക്കാൻ വരുന്ന ആളുടെ അടിസ്ഥാനത്തിൽ വീടിന്റെ അകം മാറും. പകൽക്കാലം വിശ്വാസത്തിലേക്ക് വരുമ്പോൾ വന്ന മാറ്റം എന്താണെന്നറിയാമോ? അതിനു മുമ്പ് ഇതുപോലായിരുന്നു. എന്ത് കിട്ടിയാലും തിന്നും കുടിച്ചും സ്തോത്രം ഇതെല്ലാം കൊണ്ടുവയ്ക്കും. ഹല്ലേലൂയ. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്റെ അകത്ത് താമസത്തിന് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ ശുദ്ധീകരിക്കും. നിന്റെ തേജസ്, നിന്റെ രീതിക്ക് മാറ്റം വരും. നിന്റെ അകവും പുറവും മാറാനിടയാകും. ഈ പുസ്തകം ചോദിക്കുന്നു, നിന്റെ അകത്ത് ഇപ്പോഴും രാജാവ് പാർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വീട് പഴയതായിരിക്കും, മുഖച്ഛായൊക്കെ പഴയതായിരിക്കും, പക്ഷെ അകത്ത് താമസിക്കുന്നത് രാജാവാണെങ്കിൽ നിന്റെ ഉള്ളിന് മാറ്റം വരും. വേദപുസ്തകത്തിലെ രാജാവ് ദൈവമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ രാജാവിൻ്റെ പുൽത്തകടി എന്നുള്ളത് വ്യാഖ്യാനിച്ചു കൊണ്ടുവരികയാണ്. പഴയ നിയമത്തിലെ ആ പുസ്തകം ഇന്നിവിടെ യോഗത്തിൽ വന്നവരോട് പറയാൻ വേണ്ടി വ്യാഖ്യാനിച്ചു കൊണ്ടുവരികയാണ്. രാജാവിൻ്റെ പുൽത്തകടി. ഇവിടുത്തെ രാജാവ് സർവാധികാരിയായ ദൈവമാണ്, കർത്താവായ യേശുവാണ്. ആ രാജാവിൻ്റെ പുൽത്തകടി എന്ന് പറയുന്നത് ആ രാജാവിൻ്റെ ആടുകൾക്കുള്ളതാണ്. കേട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആ രാജാവിൻ്റെ പുൽത്തകടി ആ രാജാവിൻ്റെ ആടുകൾക്കുള്ളതാണ്. ആ പുൽത്തകടി ദൈവസഭയ്ക്കുടെ നിഴലാണ്. സ്തോത്രം. അവിടെയാണ് ആടുകൾ മേയുന്നത്, അവിടെയാണ് ആടുകൾ വിശ്രമിക്കുന്നത്, അവിടെയാണ് ആടുകൾ അയവിറക്കുന്നത്, അവിടെയാണ് ആടുകൾ പുഷ്ടി വയ്ക്കുന്നത്, അവിടെയാണ് ആടുകൾ ആനന്ദിക്കുന്നത്, തിന്നുന്നത്, വിശപ്പടക്കുന്നത്. അതെല്ലാം രാജാവിൻ്റെ പുൽത്തകടിയിലാണ്. സ്തോത്രം. പറഞ്ഞു വരുന്ന മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ആമോസിനെ ദൈവം കാണിക്കുകയാണ്. ഏതോ കാട്ടുപുല്ല് തിന്ന് ജീവിക്കുന്ന കുറേ ആടുകളെ അല്ല. ഈ ആടുകളുടെ പ്രത്യേകത എല്ലാ കാട്ടുപുല്ലും തിന്നത്തില്ല. ഇതിന് രാജാവിൻ്റെ പുൽത്തകടിയുണ്ട്. അതിനകത്തെ പുല്ല് മാത്രം തിന്നുന്ന ഒരു കൂട്ടം ആടുകളുണ്ട്. അവരാണ് ദൈവത്തിൻ്റെ സഭയിലെ ആളുകൾ.
സ്തോത്രഹല്ലേലൂയ. എൻ്റെ ആടുകൾ എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? യേശു പറഞ്ഞില്ലേ, ഒരുപാട് തരം ആടുകളുണ്ട്, പക്ഷെ എൻ്റെ ആടുകളുടെ പ്രത്യേകത, ആ ആടുകൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ഒരുക്കിയ പുൽത്തകിടിയാണ് ദൈവസഭ. സ്തോത്രഹല്ലേലൂയ. ആ പുൽത്തകിടിയിൽ വിട്ടിലിറങ്ങി. വിട്ടിലിന് വാസ്തവത്തിൽ പുല്ലൊന്നും വേണ്ടതല്ല, അത് വെട്ടിക്കളയാൻ വേണ്ടി വരുന്നതാണ്. സ്തോത്രം, വെട്ടിക്കളയാൻ വേണ്ടി വരുന്നതാണ്. ഇത് ആരും കണ്ടില്ല, പക്ഷെ ദൈവം കണ്ടു. സ്തോത്രം. ഞാനിതിനെ കുറച്ചുകൂടെ നിങ്ങളിലേക്ക് കൊണ്ടൊന്ന് വ്യാഖ്യാനിക്കാം. നിന്റെ പുൽത്തകിടിയാണ് നിന്റെ കുടുംബം. എന്നെ ഏൽപ്പിച്ച പുൽത്തകിടിയാണ് ഇവിടുത്തെ സഭ. ഇത് ആടുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ദൈവമായ കർത്താവ് നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പുല്ല്, സ്തോത്രം, അത് സ്വർഗത്തിൽ ദൈവം നിന്റെ പുരയിടത്തിനകത്ത്, നിന്റെ ആ സറൗണ്ടിങ് ഏരിയയിൽ സ്വർഗത്തിൽ ദൈവം അത് മുളപ്പിച്ച് നിർത്തിയിരിക്കും. സ്തോത്രം. മുളച്ചു വന്നിട്ടും അനുഭവിക്കാൻ സമ്മതിക്കാതെ രണ്ടാമതും പിന്നെയും വെട്ടിക്കളയാൻ ഇറങ്ങി വരുന്ന ഈ വിട്ടിലിനെ ഇന്നത്തെ ആരാധന തീരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആമോസിനെ കാണിച്ചു കൊടുത്തു. ഇങ്ങനൊരു വിഷയമുണ്ടെന്നല്ല, ആ വിഷയം അവിടെ അവസാനിക്കുകയാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന ഇനി ഒരു 2-3 മിനിറ്റ് രാജാവിൻ്റെ പുൽത്തകടിയിലെ ആട്ടുംകൂട്ടം ഇവിടെ ഉണ്ടെങ്കിൽ, രാജാവിൻ്റെ പുൽമേട്ടിലെ ആടുകൾ ഇവിടെ ഉണ്ടെങ്കിൽ, യേശു എന്ന ഇടയൻ്റെ ആ ശ്രേഷ്ഠ രാജാവിൻ്റെ ആട്ടിൻപറ്റം ഇന്നിവിടെ ഉണ്ടെങ്കിൽ, അവരിന്ന് പകലക്കാലം ഓർത്തോളണം, എനിക്ക് വേണ്ടി മുളച്ചു വരുന്ന, എനിക്ക് വേണ്ടി രാജാവ് മുളപ്പിക്കുന്ന എൻ്റെ നന്മകൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ പുഷ്ടിക്ക്, എൻ്റെ നന്മയ്ക്ക് എൻ്റെ ദൈവം കൊണ്ടുവരുന്നത് അതിറങ്ങി ആവശ്യമില്ലാതെ വെട്ടി നശിപ്പിക്കാൻ വ്യാമോഹിക്കുന്ന ദുഷ്ടശക്തികളെ, ചെറിയ ചെറിയ പോരാട്ടങ്ങളെ, അത് ജഡചിന്തകളാണെങ്കിലും പോരാട്ടങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, ഇന്ന് ആരാധിച്ച് സ്വോത്രം പറയുമ്പോൾ എൻ്റെ കുഞ്ഞനുഭവിക്കേണ്ട നന്മ, അവക്ക് വേണ്ടി മുളച്ചു വരുന്ന പുല്ല്, അതിനെ കാലേ കൂട്ടി വെട്ടിക്കളയാൻ ദുഷ്ടൻ നോക്കുന്ന പോരിനെ യേശുവിന്റെ നാമത്തിൽ ആരാധനയ്ക്ക് വന്നവർക്ക് വേണ്ടി സ്വർഗം ഇന്ന് പകലക്കാലം പറയുകയാണ്, രാജാവിന്റെ പുൽത്തകടിയിൽ കിടക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ നന്മയെ വെട്ടാൻ നോക്കുന്നവനെ സ്വർഗം ഇന്ന് പകലക്കാലം യേശുവിന്റെ നാമത്തിൽ അതിനെ ദൈവം വെട്ടിക്കളയും. പ്രാർത്ഥിക്ക്, സ്തോത്രം ചെയ്യ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ രീതി അനുസരിച്ച് അടുത്ത വീട്ടുകാരന്റെ പ്ലാവില കൊടുത്തല്ല ദൈവം തന്റെ ആടിനെ വളർത്തുന്നത്. അത് നമ്മുടെ പരിപാടി. സ്വർഗത്തിലെ ദൈവം ആടിനെ വളർത്താൻ അറിയാമെങ്കിൽ അവന് പുൽമേടുണ്ടാക്കാൻ അറിയാം. നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തീറ്റ തരാൻ അറിയാം, നിനക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കാൻ അറിയാം. അതിൽ കയറി വെട്ടാൻ നോക്കിയാൽ സ്വർഗത്തിലെ ദൈവം അതിനെ തുരുത്താൻ ആളെ എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലക്കാലം ആലോചന പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞിവിടെ നിർത്തുമ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഇന്ന് പകലിൽ മുറുകെ പിടിച്ചോണ്ട് പോണ ഒന്ന്, ഞാനൊരു രാജാവിൻ്റെ ആട്ടിൻകുട്ടിയാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? ഞാനൊരു രാജാവിൻ്റെ ആട്ടിൻകുട്ടിയാണ്. സ്തോത്രം. എനിക്ക് വേണ്ടിയിട്ടുള്ള കരുതലുകൾ, സ്തോത്രം, വേറെ എങ്ങും അല്ല ദൈവം കരുതുന്നത്. ആ രാജാവിൻ്റെ പുൽത്തകടിയാണ്, അതെൻ്റെ സഭയാണ്. ആ സഭയ്ക്കകത്ത് നീ വരുമ്പോഴേക്കും ദൈവം പുല്ല് മുളപ്പിച്ചിരിക്കും. 23 കൊല്ലമായി എൻ്റെ കൂടെ ആരാധിക്കുന്ന ദൈവമക്കളുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. സ്തോത്രം. എന്നോട് ഞാൻ വിനയത്തോടെ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് പറയാം, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ഞായറാഴ്ച വേറൊരിടത്ത് പോകാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇവിടുത്തെ കാര്യം എനിക്കറിയാം. ഞായറാഴ്ച നിങ്ങൾ വരുമ്പോഴേക്കും ഈ പുൽത്തകടിയിൽ നിങ്ങൾക്കുള്ള പുല്ല് മുളച്ചിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. കച്ചിയും സ്തോത്രം ഉണക്കപ്പുല്ലും തന്ന്
ഒരിക്കൽ പോലും നിങ്ങളെ മടക്കി അയക്കേണ്ട ഗതികേട് ദൈവത്തിൻ്റെ സഭയ്ക്കുണ്ടായിട്ടില്ല. അതിൻ്റെ സകല മഹത്വവും ദൈവത്തിനാണ്, ഞങ്ങൾ ശുശ്രൂഷകന്മാർക്കല്ല. കാരണം ഉറങ്ങുമ്പോൾ ദൈവം പുല്ല് മുളപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ ആടുകൾ വരുമെന്നെൻ്റെ ദൈവത്തിനറിയാം. അവനൊരു ദരിദ്രനല്ല, അവൻ രാജാവാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ വളർത്തുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ ഊറ്റിയെടുത്ത് പിഴിഞ്ഞെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ നിന്നെ വളർത്തുന്നത്. അവൻ രാജാവിൻ്റെ ആട്ടിൻകൂട്ടമാണിത്. അതിനകത്ത് മേയുന്ന ആട്ടിൻപറ്റത്തിൻ്റെ ഭാഗ്യമോർത്ത് ഞാൻ ദൈവത്തിന് രാവിലെ ഒത്തിരി സ്തോത്രം ചെയ്തു. 5 വട്ടം ചിന്തിച്ചു, കർത്താവേ ബുദ്ധിമുട്ടാണ്, വ്യാഖ്യാനിച്ചു കൊണ്ടുവരാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, നീ പറ, ഇത് ദൈവത്തിൻ്റെ മേച്ചിൽപ്പുറമാണ്, ദൈവസഭ രാജാവിൻ്റെ മേച്ചിൽപ്പുറമാണ്. ഹല്ലേലൂയ. ഇത് ബിസിനസ് കേന്ദ്രമല്ല, തട്ടുകടയല്ല, എവിടെ നിന്നെങ്കിലും സാധനങ്ങൾ എടുത്തു വെച്ച് വിൽക്കുന്ന സബ്സ്റ്റേഷൻ അല്ല ഇത്. ഇവിടെ മുളച്ചു വരുന്ന പുല്ല്. എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ട്? ഇവിടെ മുളച്ചു വരുന്ന പുല്ല്, ഇവിടെ മുളച്ചു വരുന്ന പുല്ല്. അത് നിന്നെ പുഷ്ടി വെപ്പിക്കൂ, നിന്നെ ബലപ്പെടുത്തൂ, നിന്നെ ആരോഗ്യമുള്ളതാക്കൂ, നിന്നെ സൗന്ദര്യമുള്ളതാക്കൂ, നിന്നെ ശക്തീകരിക്കൂ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആട്ടിൻകൂട്ടത്തെ ഈ പുൽമേട്ടിൽ കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് എത്ര പേർക്ക് അകമഴിഞ്ഞ് നന്ദി പറയാനുണ്ട്? അവരിന്ന് പാലക്കാലം എല്ലാം മറന്ന് നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയാൻ പറ്റുമോ അതുപോലെ ദൈവത്തോട് നന്ദി പറഞ്ഞേ, ദൈവമേ നീ ഞങ്ങളെ പുൽമേട്ടിൽ കൊണ്ടുവന്നതിനായി നന്ദി എന്ന് പറയാൻ മനസ്സുള്ളവർ ശക്തിയോടെ നന്ദി പറ. ഹല്ലേലൂയ. സ്തോത്രം. അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ആട്ടിൻകൂട്ടത്തിന് ഞാനൊരുക്കുന്ന പുല്ല് അതാരും അറിയാതെ വെട്ടിക്കളയാൻ ആര് നോക്കിയാലും ഈ രാജാവ് അടങ്ങിയിരിക്കുകയില്ല. അതിന് ദൈവം ആളെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ അനുഭവിക്കേണ്ട നന്മ, നിങ്ങൾ അനുഭവിക്കേണ്ട തൃപ്തി, നിങ്ങളുടെ മകൻ നിങ്ങളുടെ തണലാണ്. അവന് വേണ്ടി ദൈവം ഒരുക്കിയ നന്മ അത് വെട്ടിക്കളയാൻ നോക്കിയാൽ സ്വർഗം ഇടപെടുമെന്ന് പ്രാർത്ഥിച്ച് കരയുന്ന അമ്മമാരോട് പ്രത്യേകം പറയുന്നു. സ്വർഗം നീ നന്മ കാണാൻ പോവുക. അവനെ പറഞ്ഞു വിടുന്നത് സ്തോത്രം, ഹല്ലേലൂയ, കച്ചിക്കൂനക്കകത്തേക്കല്ല, രാജാവിൻ്റെ പുൽമേട്ടിലേക്കാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൈക്കീഴിലെ ആട്ടിൻകൂട്ടത്തോട് ഞാൻ പറഞ്ഞു വിടാം, നിന്നെ ദൈവം കൊണ്ട് നടക്കുന്നത് സ്തോത്രം ഏതെങ്കിലും കാട്ടിലൂടെയല്ല, രാജാവിൻ്റെ പുൽമേടിലൂടെയാണ്. അവിടുത്തെ പുല്ല് തിന്നാൽ നിനക്ക് ആരോഗ്യമുണ്ടാകും, രോഗമല്ല ആരോഗ്യം ഉണ്ടാകും. അവിടുത്തെ പുല്ലിൽ മേഞ്ഞാൽ നിന്റെ ശരീരം ഉരുണ്ടുവരും, ഓഞ്ഞ് ക്ഷീണിച്ചു പോകുകയല്ല. നിന്റെ സിരകളിൽ രക്തം പായും, നിന്റെ തേജസ് വർദ്ധിക്കും, നിന്റെ സൗന്ദര്യം വർദ്ധിക്കും. രാജാവിൻ്റെ പുല്ല് വെട്ടിക്കളയുന്ന എല്ലാ വിട്ടിലുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ചുകൊണ്ട് നമുക്കിന്ന് പകൽക്കാലം അവസാനിപ്പിക്കാം. നിങ്ങൾ ധൈര്യത്തോടെ യാത്ര പോകുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്ക് പോകുന്നവർ, അവധി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവർ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഇവരെല്ലാവരും കേട്ടോ, നീ രാജാവിൻ്റെ കുഞ്ഞാടാണ്. നിനക്ക് വേണ്ടി ദൈവം പാക്കറ്റിനകത്തെ ആഹാരമല്ല, സ്തോത്രം, ഫ്രോസൺ ഫുഡല്ല തരുന്നത്, മുളച്ചു വരുന്ന ഫുഡ്, പ്രാർത്ഥിച്ച് കിട്ടുന്ന ആഹാരം, അത് തരുന്ന സഭയാണ് ദൈവത്തിൻ്റെ പുൽമേട്. അത് തിന്നുന്നവരെ കണ്ടാൽ അറിയാം അതെൻ്റെ ആടിനുള്ളതാണ്, വിട്ടിലിനുള്ളതല്ല. ഇന്ന് പകലിൽ നിൻ്റെ അനുഗ്രഹം നിനക്കുള്ളതാണ്, അത് വിട്ടിലുള്ളതല്ല. ദുഷ്ടശക്തിക്ക് വെട്ടിക്കളയാൻ സ്വർഗം അത് വിട്ടുകൊടുക്കുകയല്ല. വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് മടങ്ങിപ്പോക്കോ, കർത്താവ് അത്ഭുതം ചെയ്യും. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണം. ഈ എഴുന്നേൽക്കുമ്പോൾ ആരും പുറത്തേക്ക് പോകരുത്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണം, ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഒത്തിരി പേര് പുറത്തുനിന്നൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പറയുന്നു, ശരീരത്തിന് ബുദ്ധിമുട്ടോ പ്രയാസമോ വല്ലതും ഉണ്ടോ? നിങ്ങൾ അടുത്ത ദിവസം ഞാൻ മെഡിക്കൽ ചെക്കപ്പിനും എല്ലാം പോകുന്നവരാരെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടോ? യോഗം കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കണം. എൻ്റെ കുടുംബം ഒരു മേച്ചിൽപ്പുറമാണ്, ഒരു പച്ചപ്പുൽ തകടിയാണ്, പാറപ്പുറമല്ല. അങ്ങനെ ഒരു കുടുംബമല്ല എനിക്ക് ദൈവം തന്നത്.
ഈ മേച്ചിൽ പുറത്തെ നന്മകൾ വെട്ടിക്കളയുന്ന കൊച്ചു കൊച്ചു രോഗങ്ങളും പ്രയാസങ്ങളും അത് മുഴുവൻ ഇന്ന് ആമോസിനെ ചൂണ്ടിക്കാണിച്ചു. ആമോസ് പറഞ്ഞു, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? ക്ഷമിക്കുക കർത്താവേ, അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. ദൈവം പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, ഇനി അത് സംഭവിക്കില്ല. 2 വട്ടം വെട്ടിക്കളഞ്ഞ വെട്ടുക്കിളി ഇനി നിന്റെ പുൽമേട്ടിൽ ഇറങ്ങത്തില്ല. ദൈവം പറയുന്നു, ഇനി അത് ഇറങ്ങത്തില്ല, ഇനി അത് വരികയില്ല. ആ വെട്ടുക്കിളിയെ ദൈവം ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറയാനല്ല, ഇനി അത് വരാതിരിക്കാനാണ്. യെസ്, ഇനി അത് വരാതിരിക്കാനാണ്. ജീസസ്. പ്രവാചകനെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാനല്ല, ഇനി അത് ഉണ്ടാകാതിരിക്കാനാണ്. ദൈവജനത്തെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് നിനക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കാനല്ല, ഇനി അത് ഉണ്ടാകാതിരിക്കാനാണ്. ഞാൻ ഉറച്ചു പറയുന്നു, ആമോസിനെ ഈ പുല്ല് വെട്ടി നശിപ്പിക്കുന്ന വെട്ടുക്കിളിയെ കാണിച്ചു കൊടുത്തത് ഇനി അതുണ്ടാകരുത്. ഇതൊരു സാക്ഷ്യമാകാനാണ്, സാക്ഷ്യമാകാനാണ്, സാക്ഷ്യമാകാനാണ്. നിന്റെ വരണ്ടുപോയ പുൽത്തകടിയിൽ ഇനിയും പുല്ല് മുളയ്ക്കും, ഇനിയും പുല്ല് മുളയ്ക്കും, ഇനിയും പുല്ല് മുളയ്ക്കും. നിന്റെ കടം കയറിയ കൂടാരത്തിൽ, നിന്റെ രോഗം കയറിയ ശരീരത്തിൽ ആ രോഗം മാറും, കടം മാറും, പകരം പുല്ല് മുളയ്ക്കും. പുല്ല് മുളയ്ക്കും. അത് വിശ്വസിച്ചുകൊണ്ട് മടങ്ങിപ്പോകാം. അജിപ്പാസ് മുന്നോട്ട് വന്ന് അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ ഓർപ്പിക്കാൻ